ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത് കേട്ടപ്പോഴേ ഈ ഡ്യൂട്ടി ടഫാണെന്ന് കണ്ടു. ഈ സമയത്തും കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ, സുവിശേഷ സാക്ഷ്യം വഹിക്കാൻ ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. പത്രോസ് അത് മനസ്സിലാക്കി. ഈ വചനത്തിൻ്റെ കാഠിന്യമൊക്കെ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരാളാണ്. ആരാണ്? പത്രോസ്. ഒരു വചനം നോർമലാണോ അതോ അത് ഇത്തിരി ഹെവിയാണോ എന്ന് പെട്ടെന്ന് സെൻസ് ചെയ്യുന്ന ആളാണ് പത്രോസ്. പത്രോസാണ് പണ്ട് പറഞ്ഞത്, ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കണമല്ലേ നല്ലതെന്ന്. കർത്താവ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞില്ലേ അല്ലേ? ഒരാളെ സംഭോഗിച്ചോടെ നോക്കുന്നത് പോലും വ്യഭിചാരമാണെന്ന് ഈശോ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറഞ്ഞില്ലേ 19. അപ്പോഴും വചനം കഠിനമായി വന്നു. വചനം കഠിനമായി വന്നപ്പോൾ ഹൗ കാൻ ഇറ്റ് ബേ, എങ്ങനെയാണ് ഞാനിതിനെ കർത്താവ് ഈ സമയത്തും ഇങ്ങനെയുള്ള ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ടാകുമ്പോഴും ഞാൻ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണത്. ഇപ്പം ചില ആൾക്കാരൊക്കെ ഭാര്യ മച്ചിയാണെന്നും പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചില്ലേ? അപ്പം അവർക്ക് ഹെവി സിലബസാണ് വന്നിരിക്കണത്. ഒരു സഭ തന്നെ ഉണ്ടായിപ്പോയില്ലേ, സഭയിൽ നിന്ന് പിരിഞ്ഞു പോയില്ലേ ഭാര്യ മച്ചിയായിട്ട്. അപ്പം ഹെവി ഇഷ്യൂസാണ്. ഹെവി ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പത്രോസ് ചോദിക്കും, ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കണല്ലേ നല്ലതെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ധനവാൻ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്ന കാര്യം പറയുമ്പോഴും ആ വചനത്തിൻ്റെ കാഠിന്യം പത്രോസ് തിരിച്ചറിയും. ചില വചനങ്ങൾ, ഇപ്പോൾ നമ്മുടെ വിഷയം എന്താ? വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതല്ലേ? അപ്പോഴല്ലേ വീണ് പോകാണ്ടിരിക്കത്തുള്ളൂ. അതല്ലേ നമ്മൾ ആദ്യം 2 പത്രോസ് 1:10 കണ്ടത്. വിളി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അച്ഛൻ. വിളി എന്താ? തന്നോടുകൂടി ആയിരിക്കാൻ. പിന്നെ എന്താ? സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ. മർക്കോസ് 3:15. പക്ഷേ തന്നോടുകൂടി ആയിരിക്കുവാൻ എപ്പോഴും കഴിയുമോ? ചില ടഫ് സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കും? അതാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. ഹെവി സിലബസ് വരുമ്പോൾ ഇപ്പം കണ്ടില്ലേ എന്താണ്? മത്തായിയുടെ സുവിശേഷം 19:25. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19:25. അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? അപ്പോൾ ഈശോ പറയും, മനുഷ്യന് അസാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന്. അപ്പം അസാധ്യമായ ദൈവത്തിലാണ് നമ്മൾ ശരണം. അപ്പം വിശ്വാസം പോരാ, ശരണം വേണ്ടി വരുമായിരിക്കും. ഇങ്ങനെയാണ് ഒരു ഭൗതിക എല്ലാ കൃപയ്ക്കെല്ലാം ഒരു ഭൗതിക സാഹചര്യമുണ്ടേ. ഇപ്പം തന്നെ ഉദാഹരണത്തിന് നിങ്ങൾ 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വചനം സിലബസ് കഠിനമാക്കിയല്ലോ. സിലബസ് കഠിനമാക്കിയപ്പോൾ പത്രോസ് വീണ്ടും ചോദിച്ചു, കർത്താവേ സിലബസ് കട്ടിയാണ്, ഇത് വീണു പോകും, ഇത് പരീക്ഷ തോക്കും.
പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പീറ്റർ, ആസ്ക് ഫോർ ഗ്രേസ് ഓഫ് ഫെയ്ത്ത്. പത്രോസേ, നീ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ചോദിക്കാൻ പറഞ്ഞു. എന്നാ സുവിശേഷമാണ്. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ, 17:5 ലൂക്കായുടെ സുവിശേഷം, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പത്രോസിന്റെ മുമ്പിൽ സിലബസ് കട്ടിയാകുകയാണ്. കർത്താവ് കട്ടിയാക്കേണ്ടതാണത്. മത്തായിയുടെ സുവിശേഷം 19:10, 19:9 മുതൽ വായിക്കാം നമുക്ക്. എന്താ? എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണവശാൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. 19:10 പറയുന്നു മത്തായിയുടെ സുവിശേഷം, ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതല്ലേ ഭേദം. അപ്പോൾ ഈശോ 10:11 പറയുന്ന വാക്ക്, 19:11 പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവനല്ലാതെ മറ്റാരും ഈ ഉപദേശം സ്വീകരിക്കുന്നില്ല. അപ്പം കൃപയാണ് പ്രശ്നം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ശിഷ്യന്മാരുടെ മുമ്പിലെ ഇതുപോലെ വചനം കഠിനമാക്കും ഈശോ. ഇപ്പം കഠിന വചനങ്ങൾ നമ്മൾ കണ്ടില്ലേ? അതുപോലെ വചനം കഠിനമാക്കും. തൻ്റെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോഴും വചനം കഠിനമായി. അപ്പോൾ ഉടനെ അപ്പോസ്തലന്മാർ കണ്ടില്ലേ? 6:60 യോഹന്നാൻ്റെ സുവിശേഷം 6:60. ഉടനെ അപ്പോസ്തലന്മാർ എടുത്ത് വായിക്കുമ്പോൾ പറഞ്ഞു, സിലബസ് കട്ടിയാണെന്ന് പറഞ്ഞു. ഈ വചനങ്ങൾ കഠിനമാണ്, ആർക്കിത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറഞ്ഞു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 ആരാധന 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 ആരാധന. അതിന് കർത്താവ് പറഞ്ഞ മറുപടി മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമ്മൾ 19:11 കണ്ട മറുപടി തന്നെയാണ്. കൃപ ലഭിച്ചവർക്കല്ലാതെ ഉപദേശം സ്വീകരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ
അത് വിവാഹ ജീവിതത്തെ സംബന്ധിക്കുന്ന വിഷയമാണെങ്കിൽ ഇവിടെ കർത്താവുമായി പരിശുദ്ധ കുർബാനയിൽ ഐക്യപ്പെടുന്ന ആത്മാവിൻ്റെ ഭോജനം തൻ്റെ ശരീരമാണെന്ന് പറയുന്ന വിഷയത്തിൽ വരുമ്പോഴും 6:60 ചോദിക്കും, ഇത് സിലബസ് കഠിനമാണല്ലോ, വചനം കട്ടിയാണല്ലോ, പിന്നെ എങ്ങനെ ഇത് പാലിച്ചുകൊണ്ട് നിൻ്റെ കൂടെ ആയിരിക്കാനും വിളിക്കുത്തരം നൽകാനും കഴിയുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവിടെ പറയും 6:65 വരം വേണമെന്ന്. വരം ലഭിച്ചല്ലാതെ ആർക്കും ഈ വചനം സ്വീകരിക്കാൻ സാധ്യമല്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 6:65 യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. അതിനുശേഷം കണ്ട കുറേ ആൾക്കാർ വീളിൽ വീണു പോണ കണ്ടില്ലേ? 6:66 വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള സുവിശേഷത്തിൽ വചനം കഠിനമായപ്പോൾ വീണുപോയി. എത്ര സഭകളാണ് വീണുപോയത്? വിശുദ്ധ കുർബാന ഈശോയുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കാനുള്ള വലിയ ഹെവി റിസ്ക് വന്നപ്പോഴേ കുറേ ആൾക്കാർ വിട്ടുപോയി. 6:66 ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാർ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. വിശുദ്ധ കുർബാനയെ ഒഴിവാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഒരു മിഥ്യാധാരണയാണത്. വിട്ടികളുടെ സ്വർഗത്തിലായിരിക്കും നമ്മൾ. ചിലപ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ രീതി അതാണ്. നമ്മൾ ക്രിസ്തീയമായി ജീവിക്കും തോറും വിശ്വാസത്തിൻ്റെ സിലബസ് കഠിനമായി വരും. അപ്പോഴും കർത്താവ് ഒരു ചോദ്യം ചോദിക്കും, ഡു യു ഓൾസോ വാണ്ട് ടു ഗോ? എല്ലാവരോടും എന്നെങ്കിലും ഈ ചോദ്യം കർത്താവ് ചോദിക്കും. വിശ്വാസി ആയിരിക്കുന്നവൻ എന്നെങ്കിലും മരിക്കണമെങ്കിൽ ചോദ്യത്തിന് ഉത്തരം മറുപടി പറയേണ്ടി വരും. എന്താണ്? നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന്. നിങ്ങൾക്കറിയാമല്ലോ, പത്രോസിനോടാണ്. പത്രോസ് അതിനത് ഫോളോ ചെയ്തത്. എപ്പോഴും ക്ഷമയുടെ കാര്യം പറയുമ്പോഴും, വിവാഹ കാര്യം വരുമ്പോഴും, പരിശുദ്ധ കുർബാനയുടെ കാര്യം പറയുമ്പോഴും വചനം ഹെവി സിലബസാണ് കൊടുക്കുന്നത്. വചനം കഠിനമായിക്കൊണ്ട് ഇതെങ്ങനെ പാലിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസ്, കർത്താവ് പറഞ്ഞു അതിനുള്ള വരം ലഭിക്കാതെ. അതാണ് 6:65 എൻ്റെ സ്വർഗീയ പിതാവ് വരം ലഭിക്കാതെ ഈ വചനം സ്വീകരിക്കാൻ സാധ്യമല്ല. പത്രോസിന് ആ വരം കിട്ടി. വിശ്വസിക്കാൻ വരം വേണം. അതാണ് പത്രോസിന് സഭയുടെ നേതാവായിട്ട് അംഗീകരിക്കുന്ന സഭയുടെ വരമാണത്. വിശ്വാസത്തിൻ്റെ വരം. നിങ്ങൾക്കും പോകണമെന്നുകൊണ്ട് ചോദിക്കുമ്പോൾ പത്രോസ് പറയും, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങേ പക്കലല്ലേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ഉഷാ മോഹനൻ. ഇതെൻ്റെ ഹസ്ബൻഡ് മോഹനൻ. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ തേക്കടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2024 ജൂലൈ മാസത്തിലാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് കൃപാസനം എന്താണെന്നോ പ്രാർത്ഥന എന്താണെന്നോ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഫോണിലും ടി വിയിലും ഒക്കെ കണ്ട ആ ഒരു വിശ്വാസത്തിൽ ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. ആദ്യത്തെ 90 ദിവസം ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന അന്ന് മുതൽ എന്നെ സഹായിക്കാൻ ഒരു ശക്തി എൻ്റെ കൂടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ 90 ദിവസം കടന്നുപോയി. ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നത് ഒക്ടോബർ മാസത്തിലായിരുന്നു. നമ്മുടെ ജപമാല റാലിയുടെ തലേദിവസമാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. ജപമാല റാലി എന്താണെന്നറിയില്ല, എങ്കിലും ഞങ്ങൾ ഒരു ദിവസം ഇവിടെ താമസിച്ച് ജപമാല റാലിയിൽ പങ്കെടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി. അന്ന് ഞാൻ എൻ്റെ ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്ന
ഞങ്ങൾ താമസിക്കുന്ന ഒരു വീടിനൊരു 50 വർഷം പഴക്കമുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-15 വർഷമായിട്ട് ഞങ്ങളൊരു വീട് വയ്ക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് നിയോഗം വെച്ചു, പ്രാർത്ഥിച്ചു, വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം വീട് വെക്കാനായിട്ടുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. എങ്കിൽ പോലും മോൻ എന്നോട് ചോദിച്ചു, അമ്മ എന്നാണ് ഒരു വീട് വെക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് ഉടനെ തന്നെ വീടിൻ്റെ പണി ആരംഭിക്കാമെന്ന് പറഞ്ഞു. എന്തോ ഒരു ധൈര്യം തോന്നി. വീടിൻ്റെ തറക്കല്ലിടാനുള്ള സമയം പോയി കുറിച്ചൊക്കെ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ കഴിഞ്ഞ മാസം നമ്മൾ 25-ാം തീയതി ജപമാല റാലിയിലൊക്കെ പങ്കെടുക്കുകയായിരുന്നു. ഈ മാസം അതേ ഡേറ്റിന് നമ്മുടെ വീടിന് കല്ലിടുവാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഉടമ്പടി പുതുക്കിയ അതേ ഡേറ്റിന്, ജപമാല റാലി നടന്ന അതേ ഡേറ്റിന് മാതാവ് എനിക്ക് വീടിന് തറക്കല്ലിട്ട് തന്നു. ഞാൻ ആ തറക്കല്ലിൻ്റെ കൂടെ മാതാവിൻ്റെ ഇവിടുന്ന് നേർച്ച വസ്തുക്കൾ മേടിക്കുന്ന കൂട്ടത്തിൽ വാങ്ങിച്ച ഒരു കാശ് രൂപം എനിക്കപ്പം മനസ്സിൽ തോന്നി. ഞാനൊരു പ്ലാസ്റ്റിക്കിനകത്ത് പൊതിഞ്ഞ ഒരു നീല നൂലിനകത്ത് കെട്ടി ഞാനത് ആ തറക്കല്ലിൻ്റെ കൂടെ അവിടെ നിക്ഷേപിച്ചു. അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 2025 ഏപ്രിൽ 30-ാം തീയതിക്ക് മുമ്പ് എനിക്കൊരു ഭവനം വെച്ച് കയറി താമസിക്കണം എന്നായിരുന്നു ഞാൻ ആ ഉടമ്പടിയിൽ നിയോഗം എഴുതിയത്. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്താണെങ്കിലും വീട് പണി വളരെ ഭംഗിയായിട്ട് നടന്നു. അടുത്തടുത്ത 2 വീടുകൾ അവിടെ പണിയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ആ 2 വീടുകളിലും ഓരോ ആൾക്കാർക്ക് വെച്ച ആക്സിഡൻ്റ് ഉണ്ടായി, വീട്ടിലെ ആൾക്കാർ വീഴ്ചയിലായിപ്പോയി. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ വീടും പണിയുന്നത്. നാട്ടുകാരെല്ലാം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഇങ്ങനെ പഴയ തറവാടൊക്കെ പൊളിച്ചു പണിയും, അപ്പം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാൻ ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള ഏറ്റവും ശക്തിയുള്ള ആളിനെ ഏൽപ്പിച്ചാണ് ഞാൻ എൻ്റെ വീട് പണി ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് പണിക്കാരെ സമർപ്പിച്ച് പണിയായുധങ്ങളെ സമർപ്പിച്ച് വീട് പണിയുന്ന സാധനങ്ങളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ഞങ്ങളുടെ വീട് പണി മുമ്പോട്ട് പോയി. അത്ഭുതമെന്ന് പറയട്ടെ, 2025 ഏപ്രിൽ 25-ാം തീയതി ഞാൻ നിയോഗം വെച്ചു. 2025 ഏപ്രിൽ 23-ാം തീയതി എൻ്റെ വീടിന് പാല് കാച്ചി. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അന്ന് 1 വർഷവും ഒരു 2 മാസമായതേ ഉള്ളൂ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട്. ജീവിതത്തിൽ ഓരോ കാര്യത്തിനും സാക്ഷ്യങ്ങളേ ഉള്ളൂ, എങ്കിലും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ നിയോഗം വെച്ച വേറൊരു കാര്യം, കുടുംബപരമായിട്ടുള്ള സ്വത്ത് തർക്കത്തെ തുടർന്ന് 10 വർഷമായിട്ട് ഞാനും എൻ്റെ സഹോദരങ്ങളുമായിട്ട് പിണക്കത്തിലായിരുന്നു. ഞാൻ മനസ്സറിയാത്ത കാര്യത്തിന് എൻ്റെ സഹോദരങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി. അവരുടെ മക്കളുടെ വിവാഹത്തിന് പോലും ഞങ്ങളെ ക്ഷണിച്ചില്ല. മാനസികമായിട്ട് ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്ന അവസരത്തിലാണ് കൃപാസനം മാതാവിനോട് ഞാൻ ഈ കാര്യം ആവശ്യപ്പെട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. കൃപാസനം വീട് പണി നടക്കുന്നതോടെ കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കുവാൻ ഒരു 2 ആഴ്ച താമസിച്ചു. കൃപാസനത്തിൻ്റെ പത്രം കൊടുത്ത ഒരു ദിവസം ഒരു 2 മണിക്കാണ് ഞാൻ കൃപാസനം പത്രം വിതരണം ചെയ്യുന്നത്. പിറ്റേ ദിവസം 2 മണിക്ക് 10 വർഷം കൂടി എൻ്റെ സഹോദരി എന്നെ വിളിച്ചു. ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു അത്. വീണ്ടും അതിലും വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നത്. എൻ്റെ ഭർത്താവ് ഫോറസ്റ്റിൽ ഡെയിലിവേഴ്സായിട്ട് ജോലി ചെയ്യുന്നയാളാണ്. 60 വയസ്സായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഈ മെയ് മാസം 30-ാം തീയതി വരെ ജോലിയുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്ന് ഞങ്ങൾക്ക് പറയാം. എന്താണെങ്കിലും ഞാൻ മാതാവിൽ വിശ്വസിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോലും അറിയാതെ ഇപ്പം ഇരുന്ന് അവിടെ ഇരിക്കുന്ന സാറന്മാരും എൻ്റെ ഹസ്ബൻഡ് 25 വർഷം മുമ്പ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ പേപ്പറുകളൊക്കെ നീക്കി ഞങ്ങൾ പോലും അറിയാതെ ഇനി ഒരു ജോലി എങ്ങനെയാണെന്നുള്ള ടെൻഷൻ പോലും ഞങ്ങൾക്ക് തരാതെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതേ ജോലി എനിക്ക് 5 വർഷം കൂടി ആ ജോലിയിൽ തന്നെ എൻ്റെ ഭർത്താവ് തുടരണം എന്നാണ് ഞാൻ എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ടത്. കൃത്യമായിട്ടും ഒരു ദിവസം പോലും വീട്ടിലിരിക്കാതെ മെയ് 30-ാം തീയതി വരെ ഉള്ളായിരുന്നു ജോലി. ജൂൺ 1-ാം തീയതി മുതൽ വീണ്ടും 5 വർഷത്തേന് എൻ്റെ ഭർത്താവിന് അതേ തസ്തികയിൽ തന്നെ തുടരാനായിട്ട് അമ്മ തന്ന ജോലിയാണ്, അമ്മ തന്ന അന്നമാണ് ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 1 വർഷവും 2 മാസമേ ഉള്ളൂ ഞാൻ കൃപാസനത്തിൽ വന്നിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ പുതിയ വീട് പണിതു. അപ്പോൾ പഴയ വീട് വാടകയ്ക്ക് കൊടുക്കണമായിരുന്നു. അപ്പം പല ആൾക്കാരും വന്ന് നോക്കി വീട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം ഞാൻ നീക്കി വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നമുക്ക് പൈസയ്ക്ക് ഒരുപാട് ആവശ്യമല്ലേ, നീ എന്തിനാ ഈ വരുന്നവരെല്ലാം നീക്കി വിടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വീടാണ് അത്. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ ഒരു വിശ്വാസിയായിരിക്കണം എൻ്റെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു.
അങ്ങനെ ഒരു ദിവസം ഒരു ചേച്ചി വന്നു. എനിക്ക് ആ ചേച്ചിയെ കണ്ടിട്ട് ഈ ചേച്ചി വേണ്ട എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി. എന്താണെങ്കിലും ആ ചേച്ചി വീണ്ടും ആളിനെ പറഞ്ഞു വിട്ടു. ചേച്ചിക്ക് ആ വീട് തന്നെ മതിയെന്ന് പറഞ്ഞു. എന്നാൽ വന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എനിക്ക് ആ ചേച്ചി അത്ര വേണ്ടായിരുന്നു, വേറെ ആരെങ്കിലും ഫാമിലി ആയിട്ട് മതിയായിരുന്നു എന്ന് വിചാരിച്ചു. എന്താണെങ്കിലും ആ ചേച്ചി ആ പൈസയും കൊണ്ട് വന്നപ്പോൾ അമ്മയുടെ ഒരു ഫോട്ടോയും കൃപാസനത്തിൻ്റെ പത്രത്തിലാണ് ആ പൈസ പൊതിഞ്ഞുകൊണ്ട് വന്നത്. ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും കൃപാസനം മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്നൊന്ന് കാല് കുത്താൻ പറ്റിയാൽ നമ്മുടെ മനുഷ്യായുസിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണത്. എൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനിയും പറയുവാനാണെങ്കിൽ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. 10 മിനിറ്റേ പറയാവുള്ളൂ എന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഇവിടെ നിർത്തിയേക്കുന്നത്. പിന്നെ ഞാൻ ബൈബിള് വായിക്കും, എനിക്കറിയാവുന്നതുപോലെ ഞാൻ ബൈബിള് വായിക്കും. ഞാൻ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ബോർഡിങ്ങിൽ നിന്നാണ് പഠിച്ചത്. അപ്പം മടമക സ്കൂളാണ്. അവിടെ ഈശോയുടെ പ്രാർത്ഥന, മാതാവിൻ്റെ പ്രാർത്ഥന, ഇതൊക്കെ ചെറുപ്പകാലം മുതലേ എൻ്റെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവണം എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണെങ്കിലും വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഞാൻ പറയും, അമ്മേ ഞാൻ പോയിട്ട് വരാം എന്ന് പറയും. പോയിട്ട് വന്ന് കതവ് തുറക്കുമ്പം അമ്മേ ഞാൻ വന്നു എന്ന് പറയും. അപ്പോൾ ജീവനോടെ എൻ്റെ അമ്മ, ഈ കൃപാസനം അമ്മ എൻ്റെ വീട്ടിലുണ്ട് എന്ന് തന്നെ ഞാൻ 100% വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നും സംശയിക്കേണ്ടത്. നിങ്ങൾ ഏത് വലിയ പ്രശ്നം കൊണ്ടാണ് ഇവിടെ വന്നതെങ്കിലും അമ്മയുടെ കയ്യിൽ പരിഹാരമുണ്ട്. നിങ്ങൾ എത്ര ദുഃഖത്തോടെയാണ് വന്നതെങ്കിലും എൻ്റെ ജീവിത സാക്ഷ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 5 വർഷം കൂടെ കിട്ടിയ എൻ്റെ ഭർത്താവിൻ്റെ ജോലി ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തതാണ്. അത് ഒന്നും ഞങ്ങളൊരു ടെൻഷൻ പോലും അറിയാതെ ആണ് ഇവ കാര്യങ്ങളൊക്കെ നടന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ ബൈബിൾ വായിക്കും. പിന്നെ കൃപാസനം പത്രം ഞാൻ ഒതുക്കത്തിലൊന്നും കൊണ്ട് എവിടെയും കൊടുക്കാറില്ല. ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിൽ കൊണ്ടുവന്ന് കൊടുക്കും. ചിലപ്പം പറയും ഇത് വേണ്ട എന്ന് പറയും. ശരി, വേണ്ട എങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാനുള്ള യോഗ്യതയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ യോഗമില്ല എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തയാളെ സമീപിക്കും. തീർച്ചയായിട്ടും ആ പത്രങ്ങളെല്ലാം ഞാൻ ഒരിടത്തും ഒതുക്കത്തിൽ കൊടുക്കുകയോ വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. 10 പേര് കൂടി നിൽക്കുന്നിടത്ത് തന്നെ ഞാൻ കൃപാസനം പത്രം കൊടുത്തിട്ടാണ് പത്രവിതരണം നടത്താറുള്ളത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആകാശപ്രവ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അനാഥര രോഗികളെ ഒക്കെ താമസിക്കുന്ന സ്ഥലമാണത്. കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടേക്ക് അരി വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം അത് ഇരട്ടിയാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെക്കാളേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പറ്റി ചിന്തിക്കാനും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും എല്ലാം ഈ കൃപാസനത്തിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഒരു വീട് വെച്ചതും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതും എല്ലാം കൃപാസനം അമ്മ തന്ന അനുഗ്രഹമാണ്. ഈശോയ്ക്കും കൃപാസനം അമ്മയ്ക്കും 1000 നന്ദി. തന്നെയുമല്ല, അമ്മയുടെ ഈ പുണ്യ സുദിനത്തിൽ എൻ്റെ ഹസ്ബൻഡിനോട് ഒരാഴ്ച മുമ്പ് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് ഞാൻ ഇങ്ങനൊരു സാക്ഷ്യം പറയുന്നത്. ഇത് കൃപാസനം അമ്മയുടെ ഒരു പുണ്യ സുദിനത്തിലേക്ക് അമ്മ എന്നെ സാക്ഷ്യം പറയാൻ വിളിച്ചു. അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അമ്മ എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കുടുംബത്തെ അത്രത്തോളം അമ്മ പരിപാലിക്കുന്നുണ്ട്, കാക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കൃപാസനം അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആഗ്നസ്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ മധുരവലി എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഒക്ടോബർ 2023 10-ാം തീയതിയാണ്. ആദ്യമായി ഞാൻ ഉടമ്പടിയെപ്പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ്. അമ്മ ഉടമ്പടിയെപ്പറ്റി കുറേ കാര്യങ്ങൾ എന്നോടും എൻ്റെ ബ്രദറിനോടും കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു. ഞങ്ങൾ അമ്മയുടെ കൂടെ അമ്മയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെയൊക്കെ സഹായിക്കുമായിരുന്നു. 2022 ജൂലൈ 10-ാം തീയതി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അപ്പം എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് എൻ്റെ അനിയൻ ജർമ്മൻ പഠിക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ തന്നെ എനിക്കും അവൻ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ പോകണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ 4th ഇയർ നല്ല മാർക്കോടെ എൻ്റെ പാസ്സാകാനും ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എൻ്റെ സാക്ഷ്യവും എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ സാക്ഷ്യവും ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെക്കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ അങ്ങനെ 4-ാം വർഷം നല്ല മാർക്കോട് കൂടി തന്നെ 4th ഇയർ കംപ്ലീറ്റായി. അത് കഴിഞ്ഞ് ഞാൻ
എൻ്റെ പേരൻസിനോട് ഞാൻ പറഞ്ഞു എൻ്റെ ജർമ്മൻ പഠിച്ചോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു ജർമ്മൻ പഠിക്കുന്നത് ഭയങ്കര ടഫാണ്, നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് എന്നെ OET കൺവേർട്ട് ചെയ്ത് വിട്ടു. എനിക്കത് താല്പര്യമില്ലെങ്കിലും ഞാൻ OET തന്നെ ചൂസ് ചെയ്തേക്കാം എന്നുള്ളൊരിതിൽ വന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ OET എക്സാം എഴുതി. എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും മൊഡ്യൂൾ കിട്ടിയില്ല. ഞാൻ അത് കഴിഞ്ഞ് സാരമില്ല, അമ്മ മാതാവിൻ്റെ ഇഷ്ടം അതല്ലായിരിക്കും എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ജോലിക്ക് തന്നെ തിരിച്ചു കയറി. ജോലിക്ക് കയറിയപ്പോഴും എൻ്റെ മനസ്സിനുള്ളിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് എൻ്റെ അനിയൻ്റെ കൂടെ പോകണം, എനിക്ക് അവൻ എവിടെയാണ് ജോലി പഠിക്കുന്നത് അവിടെ തന്നെ എനിക്ക് ജോലി ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അമ്മ മാതാവ് ഇത് കാണണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ തന്നെ ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ അമ്മയോട് ചോദിക്കും എന്താ അമ്മയുടെ ഇഷ്ടം, അമ്മ എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ കൂടെ ജർമ്മൻ പഠിച്ചൊരു ബ്രദർ ഓസ്ട്രിയയിൽ ദൈവിക അച്ഛനായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനാണ് അവിടുത്തെ. അപ്പം അച്ഛൻ പറഞ്ഞു സഹോദരിയോട് പറ, ഇവിടെ ഒരു ഓസ്ട്രേലിയയിൽ നല്ല വേക്കൻസി ഉണ്ട്, അപ്പം അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു നോക്കട്ടെ, അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവളെ ജർമ്മൻ പഠിപ്പിക്കാൻ വിടാമെന്ന് പറഞ്ഞു. അവൻ എന്നോട് ചോദിച്ചു ജർമ്മൻ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ ജർമ്മൻ പഠിച്ചോളാം, എത്ര കഷ്ടപ്പെട്ടായാലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ പഠിക്കും എന്ന് ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും പറഞ്ഞു. അങ്ങനെ അവൻ തന്നെ എനിക്ക് ഒരു ഓസ്ട്രിയ ഏജൻസിയെ കണ്ടുപിടിച്ച് തന്നു എനിക്ക്. അവിടെ ഞാൻ പഠിച്ചു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് വന്നു പറഞ്ഞു, അമ്മേ ഇതെനിക്ക് കിട്ടിയ ചാൻസാണ്, അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയായിട്ട് എപ്പോഴും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറയും. അങ്ങനെ ഞാൻ OSD എന്ന് പറഞ്ഞൊരു എക്സാം എഴുതി. ജർമ്മൻ പഠിക്കുന്നവർക്കറിയാം ഏറ്റവും ടഫായിട്ടൊരു എക്സാമാണ് OSD എന്ന് പറഞ്ഞ എക്സാം. ഞാൻ അത് അറ്റൻഡ് ചെയ്തു. ഞാനിവിടെ വന്നു. എൻ്റെ മൂന്നാമത്തെ പുതുക്കിൻ്റെ സമയത്താണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ മാതാവിനെ എഴുന്നള്ളിച്ച് വെച്ച സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ജയിക്കുവാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അമ്മ എനിക്ക് മനക്കെട്ട് തരണം, എനിക്ക് ധൈര്യത്തോടെ നിന്ന് അടുത്ത എക്സാമും കൂടെ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ അമ്മയുടെ ഇഷ്ടമെങ്കിൽ അതെനിക്കുള്ള ധൈര്യം എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ആ എക്സാമിന് ജയിച്ചില്ല. രണ്ടാമത് എനിക്ക് എൻ്റെ ഏജൻസി തന്നെ ടെൽക്ക് എന്ന് പറയുന്ന എക്സാം എടുത്ത് തന്നു. സാമ്പത്തികമായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഇനി അടുത്തൊരു എക്സാം എഴുതാനുള്ള സാമ്പത്തികം എൻ്റെ ഇല്ല, ഞങ്ങളുടെ ഫാമിലി ഓൾറെഡി സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുകയാണ്, അമ്മ സഹായിക്കണം, ഇതിന് ഞാൻ ജയിപ്പിക്കണം എന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയി എക്സാം എഴുതി. അവിടെ ടെൽക്ക് ഡിജിറ്റലായിരുന്നു, എനിക്ക് ലാപ്പിലായതുകൊണ്ട് ഒരു മാസം കൊണ്ട് പ്രിപ്പറേഷൻ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ അമ്മയുള്ള ധൈര്യത്തിൽ ഞാൻ പോയി. ഞാൻ അവിടെ പോയിരുന്ന് എൻ്റെ എക്സാം ഹാളിൽ കയറിയപ്പം എൻ്റെ ലാപ്പിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ നെറ്റിയിലെ തൈലം ഞാൻ ലാപ്പേ തേച്ചു പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ ഇപ്പം ആ സമയത്ത് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ എൻ്റെ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. സാധാരണ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ റീഡിങ് ചെയ്യുമ്പം എനിക്ക് കറക്റ്റ് ടൈമിലാണ് എനിക്ക് റീഡിങ് ഞാൻ ചെയ്ത് തീർക്കാറ്. പക്ഷേ അന്ന് എക്സാം സെൻറ്ററിൽ വെച്ച് എനിക്ക് തിരിച്ച് 15 മിനിറ്റ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോയി ആ എക്സാം കറക്റ്റാണോ അമ്മേ, ഇതെല്ലാം ഞാൻ അമ്മയുടെ സമർപ്പിക്കുക, ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ജയിക്കില്ല, ഇതെല്ലാം അമ്മയുടെ കാര്യങ്ങൾ ഞാൻ സമർപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും പേടിയുള്ള മൊഡ്യൂൾ സ്പീക്കിംഗ് ആണ്. ഞാൻ വേറൊരാളുടെ ഫ്രണ്ടിൽ ചെന്ന് സംസാരിക്കുമ്പം ഞാൻ ഫുള്ളായിട്ട് ബ്ലാങ്കായി പോകാറുണ്ട്. അന്ന് ഞാൻ സ്പീക്കിംഗ് ഹാളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ആദ്യത്തെ ടൈല് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ ജസ്റ്റ് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു സംസാരിക്കുമ്പം. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ കൈവിട്ട് പോകുക, അമ്മ കൂടെ ഉണ്ടാകണം, അമ്മ ഇനി സംസാരിച്ചു, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. എൻ്റെ രണ്ടാമത്തെ ടൈല് തൊട്ട് ഞാൻ സംസാരിക്കുന്നത് ഫ്ലുവൻ്റ് ആയിട്ട് ജർമ്മൻ. എൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന പാർട്ട്ണർ പോലും എന്നെ നോക്കി നിന്ന് പോയി. കാരണം ഞാൻ ആദ്യത്തെ ടൈലിനേക്കാളും നല്ല ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ 2ഉം 3ഉം ഞാൻ അപ്പിയർ ചെയ്തത്. അങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞു.
എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവരുടെ എക്സാമിനേഴ്സിന് ബ്ലൂ കളർ ഡ്രസ്സായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തിരികയിൽ ഓരോ നമ്പേഴ്സ് തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു നമ്പേഴ്സോ അങ്ങനെ ഒന്നുമേ എനിക്ക് ഇതുവരെ തെളിഞ്ഞിട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഒരു അടയാളം പോലും അമ്മ തന്നിട്ടില്ല, എൻ്റെ ഈ എക്സാം തോറ്റു പോകുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം എന്നോട് ആരോ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് അടയാളം വേണ്ട, നിനക്ക് അല്ലാതെ തന്നെ നിനക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നിനക്ക് അടയാളങ്ങളുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞാൽ വന്നപ്പം എൻ്റെ പപ്പ പറഞ്ഞു, സാരയില്ല, കുഴപ്പമില്ല, നമുക്ക് അടുത്ത എക്സാമിന് ഡേറ്റ് എടുക്കാം, പേടിക്കണ്ട. അപ്പോഴും എന്നോട് ആരോ ഇങ്ങനെ പറയുന്നുണ്ട്, എടി നീ എക്സാമിന് ഡേറ്റ് എടുക്കരുത്, ഇപ്പം നിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമേ നീ എക്സാമിന് ഡേറ്റ് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്കോടെ എൻ്റെ അമ്മ മാതാവ് എന്നെ അതിൽ പാസ്സാക്കി തന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നല്ല ഫാസ്റ്റായിരുന്നു. ഈ മാസം 1-ാം തീയതി ഞാൻ എൻ്റെ വിസയ്ക്ക് ഞാൻ വെച്ചു. എനിക്ക് ഇന്നലെ എൻ്റെ വിസ കിട്ടി. ഞാൻ 12-ാം തീയതി ഓസ്ട്രേലിയക്ക് പോകുന്നു. എൻ്റെ അമ്മ മാതാവും യേശു തന്ന 1000 നന്ദി, ഈ അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോം, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ അവിടുത്തെ അമ്മച്ചിമാർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു ഉടമ്പടി എടുത്തവർ. ഞങ്ങൾ 5-6 പേര് അന്വേഷിച്ച് അവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടുത്തെ അമ്മച്ചിമാരെ പോയി കുളിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ അവർക്ക് ഫുഡ് വാരി കൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവിടെ ഒരു 3 വയസ്സിന് താഴെയുള്ള പിള്ളേർ, അനാഥ പിള്ളേരുണ്ട്. അവരുടെ അടുത്ത് പോയി അവരുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ഫുഡ് വാരി കൊടുക്കുകയും അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യും. പിന്നെ ഇവിടുന്ന് മേടിക്കുന്ന പത്രം ഞാൻ എൻ്റെ ജോലി സ്ഥലത്തും എൻ്റെ വീടിൻ്റെ അടുത്തും പൊതുസ്ഥലത്തും എവിടെയൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുമോ അവിടെയെല്ലാം ഞാൻ കൊടുക്കും. എൻ്റെ അമ്മേനെ പറ്റി ആരോടൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ അവരോടൊക്കെ ഞാൻ എൻ്റെ അമ്മേനെ കുറിച്ച് പറയുകയും എൻ്റെ ഈ സാക്ഷി ഞാൻ എല്ലാവരോടും പറഞ്ഞ് എൻ്റെ എല്ലാ സാക്ഷ്യം ചെറുതും വലുതായിട്ട് തന്ന എല്ലാ സാക്ഷ്യം ഞാൻ അമ്മേനെക്കുറിച്ച് പറയാൻ പറ്റുന്ന എല്ലാവരോടും ഞാൻ അമ്മയെ പറഞ്ഞ് അവരെ ഉടമ്പടി എടുക്കാൻ ഞാൻ നിർബന്ധിക്കുകയും ചെയ്യും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 കോടി നന്ദി പറയുന്നു.